രാജസ്ഥാനിൽ നിന്നും 3000 വർഷം പഴക്കമുള്ള ശിവപാർവതി വിഗ്രഹവും അശ്വിനി കുമാരന്മാരുടെ പ്രതിമയും കണ്ടെത്തിയ വാർത്തകളാണ് പുറത്തുവരുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് രാജസ്ഥാൻ അതിർത്തിയിലെ ബ്രിഡ്ജ് മേഖലയിലെ ഗോവർദ്ധൻ പർവ്വതത്തിനടുത്ത് നിന്ന് അത്ഭുതകരമായ ഒരു വിഗ്രഹവും മറ്റു വസ്തുക്കളും കണ്ടെടുത്തത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മനുഷ്യവാസ കേന്ദ്രങ്ങൾ, മതപരമായ വിഗ്രഹങ്ങൾ, ഫാക്ടറികൾ, പാത്രങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ മഹാഭാരതം വെറുമൊരു മഹാഗ്രന്ഥമല്ല, മറിച്ചൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുകയാണ്. ഇക്കഴിഞ്ഞ കുറച്ചു മാസത്തെ ഇടവേളകളിലായി ശിവലിംഗം കണ്ടെത്തിയ വാർത്തകളും പുറത്തുവരുന്നു. ഇതോടെ നമ്മുടെ ഭൂമിക്കടിയിൽ മറഞ്ഞിരിക്കുന്ന ഓരോ അത്ഭുത പ്രതിഭാസവും പൊന്തിവരികയാണ്. കഴിഞ്ഞ 2 വർഷമായി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഖനനത്തിൽ വറ്റിവരണ്ടുപോയ പുരാതന നദിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ജയ്പൂർ സർക്കിളിൽ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റായ വിനയ് ഗുപ്തയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരമൊരു പ്രദേശത്തു നിന്നും മൺകൂനകളിൽ 2 വർഷമായി നടത്തിയ ഖനനത്തിൽ 5000 വർഷമോ അതിൽ കൂടുതലോ പഴക്കമുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും. ഹിന്ദു വിശ്വാസികളിൽ മഹാഭാരതത്തിന്റെ കാലഘട്ടം എന്ന് പറയപ്പെടുന്ന അതേ കാലഘട്ടത്തിലേതാണ് ഇതെന്നും വിശ്വാസം പറയുന്നു. അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയ ആ ഒരു പാത്രങ്ങൾ മഹാഭാരത കാലഘട്ടവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും തെളിയുന്നുണ്ട്. എല്ലാ പാത്രങ്ങളും 20 മീറ്റർ താഴ്ചയിൽ നിന്ന് കണ്ടെത്തിയതിനാൽ തന്നെ ഈ പാത്രങ്ങൾക്ക് 5000 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് കൂടാതെ തന്നെ ഖനനത്തിൽ ഏകദേശം 3000 വർഷം പഴക്കമുള്ള ശിവന്റെയും പാർവതിയുടെയും ഒരു വിഗ്രഹവും കണ്ടെത്തി. ഇത് ഇന്ത്യയിലെ വിഗ്രഹ ആരാധനയുടെ ഏറ്റവും പഴക്കം ചെന്ന ഉദാഹരണങ്ങളിൽ ഒന്നാണ് എന്നും പറയുന്നു. 2000 വർഷം പഴക്കമുള്ള അശ്വിനി കുമാരന്മാരുടെ ഒരു പ്രതിമയും ഇതോടൊപ്പം തന്നെ കണ്ടെത്തുകയാണ്. 1500 വർഷങ്ങൾക്ക് മുൻപ് ഗുപ്ത കാലഘട്ടത്തിലുള്ള ഭഗവാൻ വിരുപക്ഷ ശിവന്റെ വിഗ്രഹവും ഇവർ കണ്ടെത്തുകയാണ്. 500 വർഷങ്ങൾ പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടെത്തിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. അത് ഇക്കഴിഞ്ഞ കുറെ അധികം മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലുള്ള ശിവക്ഷേത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരമൊരു ശിവക്ഷേത്രം കണ്ടെത്തിയ വാർത്തകൾ പുറത്തു വരുന്നത്. ബീഹാറിന്റെ തലസ്ഥാനമായി പാട്നയിൽ നടത്തിയ ഖനനത്തിനിടയിലായിരുന്നു ശിവക്ഷേത്രം കണ്ടെത്തുന്നത്. അലംഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരമൊരു സംഭവ വികാസം നടന്നത്. അതുമാത്രമല്ല, ഇവർ ഒരു ഉച്ചതിരിഞ്ഞ സമയത്താണ് പെട്ടെന്ന് മണ്ണ് ഇടിഞ്ഞു വീഴുകയും തുടർന്നുകൊണ്ട് തന്നെ ഖനനം നടത്തിയെന്ന് നാട്ടുകാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ സമയത്ത് 5 അടിയോളം ഉയരമുള്ള ക്ഷേത്ര ഗോപുരവും മറ്റു ഭാഗങ്ങളും കണ്ടെത്തുകയായിരുന്നു. ഈ ക്ഷേത്രത്തിനുള്ളിൽ കറുത്ത കല്ലിൽ തീർത്ത അല്ലെങ്കിൽ തിളങ്ങുന്ന തരത്തിലുള്ള ഒരു ശിവലിംഗം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ തൂണുകളിൽ മനോഹരമായ കൊത്തുപണികളും ചെയ്തതായും ഇവർ കണ്ടെത്തുകയായിരുന്നു. അത്തരത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നുകൊണ്ടാണ് പിന്നീട് ഇതിൻ്റെ വ്യാപ്തിയും അല്ലെങ്കിൽ അതിൻ്റെ വർഷങ്ങളൊക്കെ ഇവർ കണക്കാക്കിയതും. അതേസമയം നമുക്കറിയാം, നമ്മുടെ ഭൂമി എന്നും ഒരു അത്ഭുതങ്ങളുടെ ഒരു നിലവറ തന്നെയാണ്. മുൻ വർഷങ്ങളിൽ യുദ്ധാടിസ്ഥാനത്തിലുമൊക്കെ പ്രകൃതി ദുരന്തത്തിലും വിവിധ സ്ഥലങ്ങൾ മണ്ണിടിഞ്ഞ് ഭൂമിക്കടിയിൽ പോയിട്ടുണ്ട്. ഈ അവസരത്തിലെല്ലാം തന്നെ നിരവധി ക്ഷേത്രങ്ങളും മണ്ണിനടിയിൽ അകപ്പെട്ടു പോവുകയാണ്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഓരോരോ അവശിഷ്ടങ്ങളും ഭൂമിക്ക് മേലെ പൊന്തി വരികയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട്ടിലെ കഡലൂർ ജില്ലയിൽ 1000 വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തു വരുന്നത്. തൊഴിലാളികൾ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനിടയിലാണ് 2 വൃക്ഷങ്ങൾക്ക് ഇടയിലായിട്ട് മണ്ണിൽ ആഴത്തിൽ പൊതിഞ്ഞ നിലയിൽ ശിവലിംഗം കണ്ടെത്തുന്നത്. ഈ വൃക്ഷങ്ങളുടെ വേരുകൾ ശിവലിംഗത്തെ ചുറ്റിപ്പറ്റിയ നിലയിലാണ് കണ്ടെത്തിയതും. വിവരമറിഞ്ഞെത്തിയ അരൺപണി ട്രസ്റ്റ്, അതായത് വെർച്വൽ സർവീസ് സേവ ഫൗണ്ടേഷൻ അംഗങ്ങൾ ഈ ശിവലിംഗം പൂർണ്ണ സുരക്ഷയോടുകൂടി തന്നെ മറ്റിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും മാത്രമല്ല ഭൂമിക്ക് താഴെ മറഞ്ഞിരിക്കുന്ന ഈ നിധിയെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നും ഇപ്പോൾ സംസ്കാരവും മതപരവുമായ പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് വെളിപ്പെട്ടിരിക്കുന്നതെന്നും ഗ്രാമവാസികൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.